ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവാൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായിട്ടുള്ള കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് ഇന്ന് സത്സംഗത്തിലിരിക്കാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ ദിവസം സത്സംഗം ഇവിടെ അടുത്ത് ഉഷേച്ചിയുടെ നമ്മളുടെ മുല്ലോർലി തേവരുടെ അവിടെ നാമജപത്തിനൊക്കെ കൂടെയുള്ള ഉഷേച്ചിയുടെ അനിയത്തിയുടെ ഗൃഹത്തിൽ വച്ചിട്ടായിരുന്നു. അവിടെ അനിയത്തിക്ക് സുഖല്യാണ്ട് കുറച്ച് കാലമായിട്ട് അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അവരുടെ ഭർത്താവും തിരി വയ്യാണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ ഒരു ഗൃഹത്തിൽ വെച്ച് നാമം ജപിക്കണം, സത്സംഗം വേണം എന്ന് തീരുമാനിച്ചത് തന്നെ എന്തോ ഒരു സുഹൃതം തന്നെയാണ്, ഈശ്വരൻ്റെ കൃപ തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ആ സത്സംഗം നമ്മൾ എല്ലാവരും കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ, മുല്ലോർലി തേവരുടെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ പലരും അത് കേട്ടിട്ട് പറഞ്ഞു, തേവരുടെ അവിടെ താമ്പൂല പ്രശ്നം ഉണ്ടായത് പലർക്കും അറിയില്ല, താമ്പൂല പ്രശ്നം എന്താണ് എന്നൊന്നും അറിയില്ല, ഞങ്ങളിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ അങ്ങനെ നമുക്ക് എങ്ങനെയാണ് അത് വീഡിയോ എടുക്കാൻ പാടുമോ ചെയ്യാൻ പാടുമോ എന്നൊന്നും നമുക്ക് അറിയില്ല. അതുകൊണ്ട് പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് അങ്ങനെയുള്ളൊരു മനസ്ഥിതി ഒന്നുമല്ല, നമ്മൾ ആ ഭഗവാന്റെ വാക്കുകൾ കേൾക്കാനാണ് ഇരിക്കുന്നത്. അപ്പം അതൊക്കെ ബാക്കിയൊന്നും നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് പിന്നെ അതൊന്നും ഉണ്ടാവാഞ്ഞ് താമ്പൂല പ്രശ്നത്തിന് വന്നിരിക്കുമ്പോൾ അതിനായിട്ട് ധാരാളം വെറ്റില കൊണ്ടുവന്ന് വയ്ക്കുകയാണ് ചെയ്യുക. അതിൽ നിന്ന് ആ അമ്പലത്തിനോട് ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത ആൾ ആരാന്ന് വെച്ചാൽ ഒരു കെട്ട് വെറ്റില അങ്ങോട്ട് എടുത്തു വയ്ക്കും. അപ്പോൾ 12 വെറ്റിലയാണ് വേണ്ടത്. അതിൽ കുറയാൻ പാടില്ല, കൂടുതലാവണം എന്നുള്ള ആദ്യം പറയും. അപ്പോൾ അങ്ങനെ എടുത്തു വയ്ക്കും. അപ്പോൾ അതിൽ 12 വെറ്റില നോക്കിയിട്ടാണ് ഓരോ വെറ്റില എടുത്തിട്ടാണ് ലക്ഷണമൊക്കെ പറയാം. അപ്പോൾ ബാക്കി എണ്ണം നോക്കും, എത്ര വെറ്റില എടുത്തിട്ടുണ്ട്, ആ എണ്ണത്തിനനുസരിച്ചിട്ടൊക്കെ ഗണിച്ചിട്ടൊക്കെയാണ് അവർ പറയണത്. അപ്പോൾ ആദ്യം തന്നെ രാശി വച്ച് നോക്കി ആദ്യം തന്നെ. അപ്പോൾ ഈ അമ്പലത്തിൽ ഇങ്ങനൊരു താമ്പൂല പ്രശ്നം നടത്തണം എന്ന് തോന്നാൻ കാരണം തന്നെ അമ്പലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെയൊക്കെ ഗൃഹങ്ങളിലുള്ള രോഗങ്ങളും മറ്റുള്ള ദുരിതങ്ങളും ഒക്കെ കൊണ്ടാണ്. അത് നോക്കാം, എന്തെങ്കിലും വിധത്തിൽ ഈശ്വര ഭഗവാന്റെ അപ്രിയ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഭഗവാന്റെ ആ ഇച്ഛ എന്താണ്, ഭഗവാന്റെ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭഗവാൻ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ ഗുണങ്ങളുണ്ടോ എന്നൊക്കെ അറിയാനാണ് താമ്പൂല പ്രശ്നം നടത്തിയത്. ആദ്യം തന്നെ രാശി വെച്ച് കഴിഞ്ഞ സമയത്ത് പറഞ്ഞത് ഭഗവാൻ അതീവ സന്തുഷ്ടനാണ്. ഒരിക്കലും ആ ഗ്രാമത്തിലുള്ള ഓരോരുത്തരിലേക്കും ആ ഭഗവാന്റെ അനുഗ്രഹം വന്ന് എത്തുന്നുണ്ട് അല്ലേ, ഓരോരുത്തരിലേക്കും വന്ന് എത്തുന്നുണ്ട്. അത് പക്ഷേ വേണ്ടതുപോലെ അവർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. സൂര്യപ്രകാശം നമ്മളെപ്പോഴും പറയണ പോലെ എപ്പോഴും ആ
മുല്ലോർലി തേവരുടെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മൾ സത്സംഗത്തിൽ പറയണ അതേ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം താമ്പൂല പ്രശ്നത്തിലൂടെ പറഞ്ഞത് എന്നുള്ളത് ഒരു ശരിക്കും ആ ഭഗവാൻ നമ്മളോട് സംവദിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാഹരണമായിട്ട് അനുഭവമായിട്ട് ഞാനതിനെ കണക്കാക്കുക. ഇതേ അനുഭവം നാമജപം തുടങ്ങിയ ഉടനെ തന്നെ നമ്മൾ പറയേണ്ടായിട്ടുണ്ട്. ഭഗവാന്റെ ഇച്ഛ നിറഞ്ഞു നിൽക്കുന്ന ഇതാണ്. ആ ഭഗവാന്റെ ഇച്ഛ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഏൽക്കാത്തത് നമ്മൾക്ക് നമ്മുടെ പാത്രം അതിന് ഇതാവാത്തത് കൊണ്ടാണ്. ഓരോ ഗൃഹത്തിൽ എല്ലാ ജനലും വാതിലും അടച്ചിട്ടിരുന്നാൽ വെളിച്ചം വരില്ല. തുറന്ന് കിടക്കുന്നിടത്തൊക്കെ വെളിച്ചം വരില്ല. അപ്പോൾ സൂര്യപ്രകാശം വേണ്ടതുപോലെ എത്തില്ല. അതല്ലെങ്കിൽ വൈദ്യുതി പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ അല്ലേ, ആ വൈദ്യുതി പ്രവേശിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല. ബൾബ് ഉണ്ടാവണം, എന്നാലേ അത് പ്രവർത്തിക്കുള്ളൂ, ലൈറ്റ് കാണാൻ പറ്റുള്ളൂ. ഫാൻ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഉണ്ടെങ്കിലാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലേ നമുക്കത് അനുഭവമാവുള്ളൂ വൈദ്യുതിയുടെ. അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് അനുഭവമാവില്ല. നിറഞ്ഞു നിൽക്കുന്നുണ്ട് കാരുണ്യം. ഇത് തന്നെയാണ് അവിടെ പ്രശ്നം വെച്ചപ്പോഴും പറഞ്ഞത്. പിന്നെ വന്നു ചേർന്ന രോഗങ്ങളും ദുരിതങ്ങളും കാരണം കൊണ്ട് പലർക്കും ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ വിട്ടുപോയാലോ എന്ന് വരെ തോന്നിയിട്ടുണ്ട്. കാരണം അത്ര ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം, നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു തോന്നലാണല്ലോ. പക്ഷേ നിങ്ങൾ ഇതിനോട് വിട്ടുപോവാതിരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലെങ്കിലും അത് ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നടക്കാൻ സാധിച്ചത്. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇത് ഈ നിലയ്ക്കൊക്കെ തീർന്നു പോണത്. എല്ലാം ഭഗവാന്റെ പരമകാരുണ്യാണ്. പിന്നെ നിങ്ങൾ അനുഭവിക്കേണ്ട അനുഭവങ്ങൾ ഈശ്വരൻ്റെ കോപം കൊണ്ടൊന്നുമല്ല. അത് ഓരോരുത്തരിലേക്കും വന്നു ചേർന്ന അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളെ കൊണ്ട് നിങ്ങളെ ചിന്തിപ്പിച്ചു. ഇതുപോലൊരു പ്രശ്നവിധി വേണം, താമ്പൂല പ്രശ്നം വേണമെന്ന് ചിന്തിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് വന്നു ചേർന്നതൊക്കെ അവരവർക്ക് അനുഭവിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അത് നമുക്കിങ്ങനെ ചിന്തിക്കാനിടയാക്കി ഈശ്വരഹിതം എങ്ങനെയെങ്കിലും എല്ലാവർക്കും അറിയിക്കാൻ വേണ്ടി ഭഗവാൻ അതൊരു നിമിത്തമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ആരുടെയും അതൊന്നും ഇതിനോട് ബന്ധമില്ല. ഭഗവാന്റെ കോപം കൊണ്ടല്ല. അല്ലെങ്കിലും ഭഗവാൻ എവിടെയാണ് കോപിക്കുക അല്ലേ? അപ്പോൾ ആരൊക്കെ കരുണാസിദ്ധമായിട്ടുള്ള ഭഗവാൻ കോപിക്കില്ലല്ലോ. അങ്ങനെ പറയണു. അപ്പോൾ പിന്നെ അതല്ല എന്ന് മനസ്സിലാക്കി ഇവിടെ യാതൊരു വിധത്തിലും ഇല്ല. പൂജകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നു പോണു. എല്ലാം നന്നായി നടക്കുന്നുണ്ട്. ഇവിടെ നോക്കിയിട്ട് യാതൊരു വിധത്തിലുള്ളൊരു ദോഷം കാണാനില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. ആദ്യമേ തന്നെ എടുത്ത് പറഞ്ഞു. അതിനുശേഷം പിന്നീട് ഓരോന്നായിട്ട് നോക്കുമ്പോൾ ധാരാളം സുഹൃതകർമ്മങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, അങ്ങനെ 1-2 പൂജകളുടെ കാര്യം അങ്ങനെയൊക്കെ ചോദിച്ചു, സുഹൃതകർമ്മങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതൊന്നും അവിടെ ഇല്ല. ഇനിയിപ്പോൾ തുടങ്ങാമെന്നാണ് തീരുമാനിച്ചേക്കണേ. അപ്പോൾ സുഹൃതകർമ്മമായിട്ട് എടുത്തു പറഞ്ഞത് നമ്മുടെ നാമജപം തന്നെയാണ്. ഇവിടെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കലോ കേശവ കീർത്തനം ആ സുഹൃതകർമ്മം തന്നെയാണ് നാമജപം. അത് വളരെയധികം ഭഗവാനെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അത് ആ നാമം ജപിക്കുന്നവർക്ക് മാത്രമല്ല, എല്ലാവർക്കും അതിൻ്റെ അനുഭവമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നതും അങ്ങനെയാണല്ലോ അല്ലേ, ധാരാളം പേർക്ക്. അതുപോലെ ഇവിടുത്തെ ആ ഭഗവാനെ ആരാണോ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ട് ആ ഭഗവാനെ അത്രയും ഹൃദയത്തോട് ചേർക്കുന്നത്, ആ ഭഗവാന്റെ അനുഗ്രഹം അവർക്കൊക്കെ നല്ലോണം ഉണ്ടാവും. ഈ ഭഗവാന്റെ ആ വൈഭവം കടൽ കടന്ന് എല്ലാ ദിക്കിലേക്കും എത്തും. വളരെ പ്രശസ്താവും. ഈ ക്ഷേത്രം ഒരു കാലത്ത് വളരെയധികം പ്രശസ്തിയിലെത്തിച്ചേരും എന്നെല്ലാം പറഞ്ഞു. അതിനൊക്കെ തുടക്കമായിട്ടാണ് ഈ ഒരു നാമജപം തുടങ്ങി വെച്ചത്. വളരെയധികം നന്നായി എന്നെല്ലാം അനുഭവം പറഞ്ഞു. അങ്ങനെ നമ്മളും ആ ഭഗവാന്റെ നടയിൽ എപ്പോഴും നമുക്ക് അറിഞ്ഞിട്ടല്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ ആ ഒരു രാധാഭാവം എല്ലാവരിലും ഉള്ളത് കൊണ്ട് നമ്മൾ എല്ലാം കഴിഞ്ഞ് സമർപ്പിക്കുന്ന സമയത്ത് ആ പരമപ്രേമം ഉണ്ടാവാൻ വേണ്ടി ഭഗവതി രാധാറാണിയുടെ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാമം ജപിക്കാറുണ്ട് അല്ലേ, കൈത്തൊഴാം പരമേശാനി. അതെന്നും അവിടെ നാമം ജപിക്കാറുണ്ട്. അപ്പോൾ അവിടെ
ഈ ഒരു അവസരത്തിൽ ആ അമ്പലത്തിലേക്ക് ഈ നാട്ടിൽ തന്നെയുള്ളൊരു ആൾ കടന്നു വന്നു. അദ്ദേഹം പിന്നെ അവിടെ ഇരിക്കുകയൊന്നും ഉണ്ടായില്ല. നേരെ വന്നു ഒരു നാക്കിലയിൽ ഒരു പൂവ്, ചെമ്പകപ്പൂവ് ഒരെണ്ണം കൊണ്ടുവന്ന് ആ താമ്പൂല പ്രശ്നം വയ്ക്കണ ആ താമ്പൂലത്തിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച് അദ്ദേഹം പോയി. അപ്പോൾ എല്ലാവർക്കും അതെന്തോ ചെയ്തത് അബദ്ധമായി. കാരണം അതൊക്കെ ലക്ഷണപ്രകാരമാണല്ലോ, അബദ്ധമായി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹവും അതിൽ ഒരു വെറ്റില കയ്യിൽ എടുത്ത അതേ സമയത്താണ് അത്. അപ്പോൾ ആ വെറ്റിലയിൽ കണ്ടതും അതിനെ ഉറപ്പിച്ചതുമായിട്ടുള്ളൊരനുഭവമായി. അതായത് ദേവിയുടെ സാന്നിധ്യം, മഹാലക്ഷ്മിയുടെ സാന്നിധ്യം അവിടെ നല്ലോണം ഉണ്ട് എന്നുള്ളതാണ് പറയണത്. ആ ഭഗവാൻ സന്തോഷത്തോടു കൂടിയിരിക്കുന്നു, മഹാലക്ഷ്മിയുടെ സാന്നിധ്യം അവിടെ നല്ലോണം ഉണ്ട് എന്നുള്ളത് അത് ഒന്നും കൂടി നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അദ്ദേഹം നമ്മുടെ ലളിതാ സഹസ്രനാമത്തിലെ ചെമ്പക അശോക പുന്നാക സൗഗന്ധികല സൽക്കജ എന്നുള്ള വരികളൊക്കെ അവിടെ ജപിക്കുകയുണ്ടായി. അപ്പോൾ ദേവിയുടെ സാന്നിധ്യം, സാന്നിധ്യം അവിടെ ഉണ്ട്. അതായത് ഇവിടെയുള്ള മുല്ലോർലി തേവർ കേവലം ഒരു വിഷ്ണുഭാവമല്ല, പരിപൂർണതമനായിട്ടുള്ള ആ ഭാവം തന്നെയാണ്. നിസ്സാരമല്ല, അവിടുത്തെ പരിപൂർണതമനാണ്. ഏത് ഭാവത്തിലാണ് നിങ്ങൾ പൂജിക്കണമെന്ന് വെച്ചാൽ ഇവിടെയുള്ള ആ ചൈതന്യം പൂർണ്ണ ബ്രഹ്മമാണ് ആ ശ്രീലകത്ത് വിളങ്ങണത് എന്ന് പറയുന്നു. ഗുരുവായൂരപ്പനെ പോലെ തന്നെ പൂർണ്ണ ബ്രഹ്മമായിട്ട് ആണ് അവിടെ മുല്ലോർലി തേവരും അവിടെ തിളങ്ങി നിൽക്കണതെന്ന് അദ്ദേഹം പറഞ്ഞു. അതും ഒരുപാട് സന്തോഷമായി. അപ്പോൾ അങ്ങനെ ആരൊക്കെയാണോ ഇവിടെ വന്നിരുന്ന് നാമം ജപിക്കുന്നത് അവർക്കൊക്കെ ആ ഭഗവാന്റെ അനുഗ്രഹം, ആകെ സുഹൃതം ലഭിക്കുന്ന പറയണത്. നമ്മുടെ പല കർമ്മ പ്രാരാബ്ധങ്ങൾ നീങ്ങാൻ വേണ്ടിയിട്ട് സുഹൃതം ഉണ്ടായാൽ ആ കർമ്മ പ്രാരാബ്ധങ്ങൾ ഇല്ലാണ്ടായിപ്പോവും. അപ്പോൾ സുഹൃതമായിട്ടുള്ള ഒരു കർമ്മമാണ്, സുഹൃത കർമ്മമാണ് നാമജപം. അപ്പോൾ അത് അത്രയുമാണ്. പിന്നെ മനസ്സ് നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ഈ ഭഗവാന് എന്തു തന്നെ സമർപ്പിച്ചാലും ഭഗവാൻ ഒരുപാട് സന്തോഷിച്ച് അനുഗ്രഹിക്കാൻ കാത്തിരിക്കണ ഭാവമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും നമ്മുടെ കൈവശം ഇല്ലെങ്കിൽ ഉള്ളത് എന്തായാലും നിറഞ്ഞ മനസ്സോടുകൂടി ഭഗവാന് സമർപ്പിക്കുക, അങ്ങനെയാണ് എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ കാര്യസാധ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭഗവാന് ഏറ്റവും പ്രിയം പിഴിഞ്ഞ് പായസമാണ്, അത് സമർപ്പിക്കാം എന്ന് പറഞ്ഞു. പിന്നെ അവിടെ പറഞ്ഞ ചെറിയ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിൻ്റെ കഥ ഞാൻ ഒരിക്കൽ പറയണ്ടായല്ലോ, അതും അവിടെ ആ പ്രശ്നത്തിൽ പറഞ്ഞത് ഒരുപാട് സന്തോഷമായി. എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലേ, മഹാദേവനാണ് ഇവിടെ ഈ ക്ഷേത്രം നിലനിൽക്കാനായിട്ടൊരു കാരണം തന്നെ മഹാദേവൻ്റെ സാന്നിധ്യമാണ്. മഹാദേവൻ്റെ കാരണം വൈഷ്ണവാനം യഥാ ശംഭു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മഹാദേവൻ്റെ ആ സാന്നിധ്യം, മഹാദേവൻ്റെ ജപം കൊണ്ടാണ് ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെടാണ്ട് വീണ്ടും വീണ്ടും അത് അത്രയും മുടിഞ്ഞു പോയിട്ട് പൂജയൊന്നും ഇല്ലാണ്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് ആകെ നശിച്ച് കിടന്നതാണ്. ദുർമരണങ്ങൾ ധാരാളം ഉണ്ടായ ക്ഷേത്രമാണ്. പിന്നീടാണ് അവിടെ അതൊക്കെ കഴിഞ്ഞ് നവീകരണ കലശമൊക്കെ കഴിഞ്ഞിട്ട് അത് ആ ക്ഷേത്രം പുനരുദ്ധരിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാവിധത്തിലുള്ള വേർപാട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു അവിടെ. പക്ഷേ പറയണു അത് പൂർണ്ണമായിട്ടും അത് നീങ്ങിപ്പോയിട്ടില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 12 വർഷം ആവാറായി, ഒരു നവീകരണ കലശത്തിനുള്ള സമയമായി എന്നും കൂടി ഭഗവാൻ അറിയിക്കുകയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു. പിന്നെ ഈ 12 വർഷം കൊണ്ട് പൂജ ചെയ്യുന്ന ആ ഒരു ജലസാന്നിധ്യത്തിനെ കാണിച്ചിട്ട് പറഞ്ഞു, പൂജ ചെയ്യുന്ന ആ വെള്ളവും അതൊക്കെ അവിടെ ആ വിഗ്രഹം ഉറപ്പിച്ചതിൻ്റെ ഇടയിലേക്കൊക്കെ ഇറങ്ങിയിട്ട് അവിടെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം, ഒരു അധികം വൈകാണ്ട് അത് ചെയ്യണം എന്നുള്ളതാണ്. വേറെ ഭഗവാൻ അതീവ സന്തോഷത്തിലിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ മഹാദേവ ഇതൊക്കെ നമ്മൾ എപ്പോഴും എന്നും 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 എന്ന് പറഞ്ഞോണം നമ്മൾ മഹാദേവ അവിടെ മുല്ലോർലി തേവരുടെ മുമ്പിലിരുന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു വെച്ചാൽ നാളെയും ഞാൻ ഇത് തന്നെയാണ് പറയാൻ പോണേ. ഇപ്പോൾ 2-ാം തീയതി അവിടെ തിരുവോണൂട്ടാണ്. അപ്പോൾ വന്നിരിക്കണവർക്ക് കേൾക്കണവർക്ക് കേൾക്കട്ടെ,
എന്നുള്ള നിലയ്ക്ക് അവർ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കട്ടെ എന്നുള്ള നിലയ്ക്ക് അവരോടും പറയാണ്. പിന്നെ ആകെ കൂടി ഉണ്ടായത് എന്താ വെച്ചാൽ ഭഗവാന് ഒരു തിരുമുഖം ചാർത്തണം എന്നുള്ളതാണ്. അത് ഭഗവാൻ ആഗ്രഹമുണ്ട്, തിരുമുഖം ചാർത്ത് ആഗ്രഹമുണ്ട്. അധികം വൈകാതെ തന്നെ ഇവിടുത്തെ ഉത്സവം 9 ദിവസം ഉത്സവമാവാം. അവിടെ കൊടിമരം ഉണ്ടാവും, പുറത്തേക്ക് എഴുന്നള്ളിപ്പ് ഉണ്ടാവും, ആറാട്ടുണ്ടാവും. അതൊക്കെ ഭാവിയിൽ വരും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. നമ്മൾ അതൊക്കെ ഭഗവാന്റെ ഇച്ഛയാണ്, അത് ഭഗവാൻ അതൊക്കെ വേണ്ടതുപോലെയൊക്കെ ആവും എന്നുള്ളത് പറഞ്ഞു. പിന്നെ അതുപോലെ ആ തിരുമുഖം ചാർത്തൽ വെള്ളിയുടെ ആയാലും ഒരു തിരുമുഖം ചാർത്തണം എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, നമ്മളുടെ എല്ലാവരുടെയും വകയായിട്ട് ഒരു തിരുമുഖം എന്നുള്ളത്. അപ്പോൾ ഞാനത് മനസ്സിലിങ്ങനെ വിചാരിച്ചു, ഈശ്വര നമ്മൾ നാമൊക്കെ ജപിക്കണതല്ലേ അവിടെ, നമ്മുടെ എല്ലാവരുടെയും വകയായിട്ട് ഒരു തിരുമുഖം ചാർത്താൻ സാധിച്ചാൽ നന്നായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഏകദേശമൊക്കെ എത്രയാവും എന്നൊക്കെ അന്വേഷിച്ചു. അപ്പോൾ ഒരു 10-50,000 രൂപയുടെ അടുത്തൊക്കെ വരും എന്ന് ഇങ്ങനെ മനസ്സിൽ ഞാൻ മനസ്സിലിത് കണ്ടിട്ട് ചോദിച്ചു. അത് കഴിഞ്ഞ ദിവസം ഇതിനെ പറ്റിയിട്ട് കഴിഞ്ഞ ആ ഒരു അവിടെ ഉണ്ടായ സത്സംഗം ഉണ്ടായല്ലോ ഉഷേച്ചിയുടെ അനിയത്തിയുടെ വീട്ടിൽ. അപ്പം ഞാൻ അതിനൊന്ന് സൂചിപ്പിച്ചിരുന്നു ഇതിൽ. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളുടെ പ്രേമപുഷ്പാഞ്ജലിയിൽ എന്നുള്ളത് തന്നെ ഭഗവാന്റെ ഒരു ഇച്ഛ അത് തന്നെയാണെന്ന് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് എന്തു തന്നെ സമർപ്പിച്ചാലും. അപ്പോൾ ഞാനും അതാ വിചാരിച്ചത്, 1 രൂപയെ തരാൻ സാധിക്കുള്ളൂ എന്ന് വെച്ചാൽ 1 രൂപ മതി. അത് കാരണം നമ്മൾ സമർപ്പിക്കണതിൻ്റെ മൂല്യം എന്ന് വെച്ചാൽ മനസ്സ് സമർപ്പിക്കണതിൻ്റെ ഒരു പ്രതീകമാണ്. അങ്ങനെ സമർപ്പിക്കുന്നത്, അങ്ങനെ പൂർണ്ണ മനസ്സോടുകൂടി സമർപ്പിക്കണം. അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാം, ആരെങ്കിലും തരികയാണെങ്കിൽ വാങ്ങാമായിരുന്നു, അങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊരു ഇച്ഛ ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ തോന്നിപ്പോയി. അത് കഴിഞ്ഞ ദിവസമുണ്ട് 2 പേര് അതിന് സന്നദ്ധരായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ ആ തിരുമുഖം ചാർത്തണം എന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും എന്തെങ്കിലും തന്നാൽ കൊള്ളാമെന്നുണ്ട്, അങ്ങനെ തന്നോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരുപാട് സന്തോഷം, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം, തന്നോളൂ എന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. ശരിക്കും ആ ഭഗവാൻ നമ്മളുടെ കയ്യിൽ നിന്ന്, അതായത് നാമം ജപിക്കുന്നതിൻ്റെ ആ ഒരു അനുഗ്രഹം നമുക്ക് ചൊരിഞ്ഞു തന്നതുപോലെ എനിക്കത് അനുഭവം തോന്നിയത്. എന്തായാലും ബാക്കിയൊക്കെ ഭഗവാന്റെ ഇച്ഛ ഒക്കെ അത്രയും ഞാൻ വിചാരിക്കണുള്ളൂ. എങ്ങനെയായാലും ഭഗവാന്റെ ഈ ഒരു ഫെബ്രുവരിയിൽ ഭഗവാന്റെ പ്രതിഷ്ഠാദിനം വരികയാണ്. അതിനു മുമ്പ് ആ സമയത്ത് പ്രതിഷ്ഠാദിനത്തിന് തിരുമുഖം ചാർത്താം എന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ചിട്ട് തിരുമുഖച്ചാർത്ത് എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഭഗവാൻ അത് വേണ്ടതുപോലെ ആക്കും എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയണത്. ഭഗവാന് ആരുടെ കയ്യിൽ നിന്ന്, കാരണം അതൊക്കെ ഭഗവാൻ, നമ്മൾ വിചാരിക്കുക നമ്മൾ കൊടുക്കുകയാണ്, നമ്മൾ കൊടുക്കണതൊന്നല്ല, ഭഗവാൻ സ്വീകരിക്കണതാണ്. ആ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ സ്വീകരിക്കുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളുടെ ആ കർമ്മപ്രാരാബ്ധങ്ങളെ കൂടി ഇല്ലാണ്ടാക്കിയിട്ട് ഭഗവാൻ അത് സ്വീകരിക്കുക ചെയ്യണത്. അപ്പോൾ ആരിലാണോ ആ കാരുണ്യം എത്തണത് അവർക്കാണ് അതിന് വേണമെന്ന് തോന്നുക. അപ്പോൾ അതിലൂടെ അത് സ്വീകരിക്കുമ്പോൾ അത് പൂർണ്ണമായ മനസ്സോടുകൂടി സന്തോഷത്തോടു കൂടിയിട്ട് കൊടുക്കുമ്പോൾ അത് സ്വീകരിച്ചാൽ അത് അത്രയും കാരുണ്യമാണ്. ഇതൊക്കെ ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ പലരും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടപ്പോൾ അമ്മ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് ഇത് പറയണേ, എല്ലാ കാര്യങ്ങളും പറയണേ കാരണം ഇപ്പോൾ എല്ലാവരുടെയും ഒരുപാട് പേരുടെ മുല്ലോർലി തേവർ ആണ്. ഇപ്പോൾ ഇവിടെയാണെങ്കിലും കാണാത്തവരുടെ മുഴുവനും പ്രിയപ്പെട്ട ഗുരുവായൂരപ്പനോടുള്ള അതേ ഇഷ്ടം തന്നെയാണ് എല്ലാവർക്കും ഇപ്പോൾ മുല്ലോർലി തേവരോട്. അത് മുല്ലോർലി തേവരുടെ തന്നെ നിയോഗമാണ്, നമ്മളുടെ ഒന്നുമല്ല. മുല്ലോർലി തേവരുടെ തന്നെ നിയോഗമാണ്. ഇവരിലേക്കൊക്കെ ഏതൊക്കെ ജീവനെ തന്നിലേക്ക് അടുപ്പിക്കണമെന്ന് തേവർ വിചാരിക്കുന്നുണ്ടോ അവരെയൊക്കെ അതാ ഭഗവാൻ അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ കാരുണ്യം ചൊരിയാൻ വേണ്ടിയിട്ട് കർഷയതി ഇത് കൃഷ്ണ എന്ന് പറയുന്നത് സത്യമായിട്ട്, കാരണം പൂർണ്ണബ്രഹ്മമായിട്ട് വിളങ്ങുന്ന ഒരു സ്ഥലത്ത് നിന്നുള്ള ആകർഷണം എന്ന് പറയുമ്പോൾ അത് പരമാവധി നമുക്ക് അത് അനുഭവിക്കാൻ സാധിക്കുക വെച്ചാൽ ഭാഗ്യമാണ്. തൊട്ടടുത്ത്
അല്ലേ? ശ്രീകൃഷ്ണ ഭഗവാൻ പരിപൂർണതമനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ കൂടെ ഉണ്ടായിട്ടും ശ്രീകൃഷ്ണ ഭഗവാന്റെ വൈഭവം അറിയാണ്ട് എത്രയോ പേര് ഭഗവാനെ നിന്ദിക്കാനും, നിന്ദിച്ചവർക്ക് പോലും ഭഗവാൻ അനുഗ്രഹം കൊടുത്തത്. എന്നാലും എത്രയോ പേര് ആ വൈഭവം അറിയാണ്ട് പോയി, അല്ലേ? പക്ഷേ ആ വൈഭവം അറിഞ്ഞ് ഭഗവാനോടുള്ള പൂർണ്ണമായിട്ട് അറിയാൻ പറ്റില്ലെങ്കിലും നമ്മളുടെ എല്ലാവരുടെയും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നമ്മളുടെ ആ സ്നേഹത്തോടു കൂടിയിട്ട് നമ്മളെ സംരക്ഷിക്കുന്ന ആ ഭഗവാന്റെ പാദത്തിൽ പരമപ്രേമത്തോടു കൂടിയിട്ട് നമസ്കരിക്കാനും നാമം ജപിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടല്ലോ. അതവിടുത്തെ കാരുണ്യമല്ലേ? ആ കാരുണ്യം നമ്മൾ അറിയുന്നുണ്ടല്ലോ. ആ അറിവോട് കൂടിയിട്ട് നമുക്ക് ഒന്നും സമർപ്പിക്കാനില്ല. നമ്മളുടെ പ്രേമസമർപ്പണത്തിൻ്റെ ഒരു അംശം മാത്രം ഭഗവാൻ ഇങ്ങോട്ട് തരുന്ന ആ കാരുണ്യത്തിൻ്റെ ഒരംശം പോലും ആവണില്ല നമ്മുടെ പ്രേമസമർപ്പണം. ഇപ്പോൾ നമ്മൾ പറയില്ലേ 50,000 രൂപ സമർപ്പിക്കണം, അതിൽ 1 രൂപ സമർപ്പിക്കണവർക്ക് എങ്ങനെയാണ് തോന്നുന്നത്? അത് വളരെ തുച്ഛമാണ്. പക്ഷേ ഭഗവാൻ ആ 1 രൂപ വളരെ വിലയുള്ളതാവും, അല്ലേ? ശ്രീരാമസ്വാമിയുടെ ആ കഥയിൽ തന്നെ നമുക്ക് അറിഞ്ഞൂടെ? എല്ലാവരും കൂടിയിട്ട് വലിയ വലിയ പാറക്കല്ലുകളും അതൊക്കെ ചുമന്ന് കൊണ്ടുപോയിട്ട് ആ ചിറ കെട്ടാനായിട്ട് നോക്കി. പക്ഷേ എന്താണ്ടായത്? അവിടെ ആ അണ്ണാറക്കണ്ണൻ വന്നിട്ട് കടലിൽ മുങ്ങി വന്ന് മണലിൽ ഉരുളണു. അത് കഴിഞ്ഞ് ശരീരം അവിടെ കൊണ്ട് കുടയണു, പിന്നെയും വരണു, ഉരുളണു, കടലിൽ മുങ്ങണു, ഇവിടെ കിടന്ന് ഉരുളണു, ശരീരത്തിൻ്റെ മണൽ അവിടെ കൊണ്ട് കുടയണു. അപ്പോൾ ഇത് കുറേ പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ ഭഗവാൻ ചോദിച്ചു, നീ എന്താ കാണിക്കണേ? ആരെങ്കിലുമൊക്കെ നിന്നെ ചവിട്ടി കൂട്ടില്ലേ? എന്തിനാ അതിൻ്റെ ഇടയിലേക്ക് പോണേന്ന് ചോദിച്ചു. പറഞ്ഞു, എന്നാൽ ആവുന്നത് ഞാൻ ചെയ്യാണ്, അവിടത്തേക്കുള്ള സേവനമാണ് എന്ന് പറഞ്ഞു. വലിയ വലിയ പാറക്കെട്ട് കൊണ്ടുവന്നിട്ടേക്കാളും ഭഗവാന് ആ ഒരു മണൽത്തരി അത്രയും പ്രിയപ്പെട്ടതായിരുന്നു. തൻ്റെ കൈ കൊണ്ട് ആ വരഞ്ഞ വരയാണ് അതിൻ്റെ മുതുകിൽ കാണുന്ന. ഇന്നും അവരുടെ ആ എത്രയോ കാലം, അല്ലേ, ആ യുഗങ്ങൾ കഴിഞ്ഞിട്ടും ആ ഒരു വര അതിൻ്റെ പ്രതീകമായിട്ട് നിൽക്കണമെന്ന് പറയണം. അപ്പം അതുപോലെ നമ്മളുടെ സമർപ്പണത്തിൻ്റെ അതിനോട് ആരും പറഞ്ഞിട്ടല്ല, നീ ചെയ്യേ, ഞങ്ങളൊക്കെ ചെയ്യണ്ടേ, നിനക്ക് പറ്റണ പോലെ നീ ചെയ്യുന്നൊന്നും ചോദിച്ചിട്ടല്ല. അതിന് അതേ പറ്റുള്ളൂ എന്ന് അതിനറിയാം. അതിന് വലിയ പാറക്കല്ലൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം അത് മതി, അതിൽ ഭഗവാൻ സന്തോഷിക്കും. എന്താണോ അത് സന്തോഷത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് കൊടുക്കുമ്പോൾ അതിൽ ഭഗവാൻ സന്തോഷിക്കണമെന്നല്ലേ? അപ്പം നമുക്ക് നൽകാൻ കഴിയണത് എന്ന് പറഞ്ഞാൽ അത്രയും ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ എത്രയോ തുച്ഛമാണ് നമ്മൾ നൽകുന്ന പരമപ്രേമം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ പ്രേമൊന്നും ആയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഈ ശരീരം ഞാനാണ്, ഈ ശരീരത്തോട് ബന്ധപ്പെട്ടത് ഞാനാണ്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ഭർത്താവ്, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ കുട്ടി, അങ്ങനെ കുറേ എൻ്റെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഭഗവാനെ വിട്ടിട്ട് നമ്മൾ ഭഗവാനോടുള്ളതൊക്കെ വിട്ടിട്ട് ഇതിൻ്റെ പിന്നാലെ ഓടി നമ്മളായിട്ട് പരിശ്രമിച്ചാൽ ഇതൊന്നും നടക്കാൻ പോണില്ല എന്ന് നമുക്ക് മനസ്സിലാവുണ്ടെങ്കിലും നമുക്കങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കണില്ല. ശരിയാണ്, പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എല്ലാ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കേണ്ടത് ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ടാണ്. ഓരോ നിമിഷവും സംഭവിക്കേണ്ടത് ഈശ്വരൻ്റെ ഇച്ഛ പോലെയാണ്. ഓരോരുത്തരുടെ കർമ്മപ്രാരാബ്ധം കൊണ്ടാണ് ഓരോന്നും. ഇതൊക്കെ നമുക്ക് മനസ്സിലാവുണ്ടെങ്കിലും അവനവൻ്റെ ജീവിതത്തിൽ അത് വരുമ്പോൾ നമുക്കത് ഉപദേശിക്കാനൊക്കെ എളുപ്പമാണ്. മറ്റുള്ളവരെ ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ്. ജീവിതത്തിലേക്ക് അത് പകർത്താനാണ് വലിയ പ്രയാസം. അത് പകർത്താൻ നമ്മളൊക്കെ ഒന്നും ആയിട്ടില്ല. എന്നിട്ട് പോലും ആ ഭഗവാൻ നമ്മളോട് കാരുണ്യം കാണിക്കണമെന്ന് വെച്ചാൽ ആ കാരുണ്യത്തിന് മുമ്പിൽ എത്ര നമസ്കരിച്ചാലാ മതിയാവുക? ആ ഭഗവാന്റെ മുമ്പിൽ എത്ര നാമം ജപിച്ചാലാ മതിയാവുക? ആ ഭഗവാന് നമ്മളെ എന്തൊക്കെ സമർപ്പിച്ചാലാ മതിയാവുക, അല്ലേ? അപ്പോൾ അത് ആണ് ആ സമർപ്പണം എന്നുള്ളത്. തുകയുടെ വലിപ്പമല്ല നമ്മൾ സമർപ്പിക്കണ ആ തുകയുടെ വലിപ്പമല്ല. ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ എൻ്റെ ഭഗവാനും അറിയാം, എനിക്കും അറിയാം എനിക്ക് എന്ത് സമർപ്പിക്കാൻ സാധിക്കും എന്നുള്ളത്. ഭഗവാനും അറിയാം, എനിക്കും അറിയാം, അല്ലേ? അപ്പോൾ ആ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കണത് മതി, അതിലപ്പുറം വേണ്ട. ഉള്ളവർക്ക് അവരവരുടെ മനസ്സിൽ സന്തോഷത്തോടു കൂടിയിട്ട് നമുക്ക് അത് മാത്രം സ്വീകരിച്ചിട്ട് വേണമെന്നാണ് ആഗ്രഹം. എൻ്റെ മനസ്സിലുള്ളൊരാഗ്രഹം അതാണ്. പൂർണ്ണമായ ആ ഒരു സമർപ്പണത്തോടു കൂടിയിട്ട്, പൂർണ്ണമായ പ്രേമത്തോടു കൂടിയിട്ട് സമർപ്പിക്കുന്നവരുടെ മാത്രം അതുകൊണ്ട് ഭഗവാന് ഒരു തിരുമുഖം, ഭഗവാൻ പുഞ്ചിരിക്കുന്ന, മനോഹരമായി പുഞ്ചിരിക്കുന്ന ഒരു തിരുമുഖം ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. ഭഗവാൻ ബാക്കിയൊക്കെ തീരുമാനിക്കട്ടെ എന്നുള്ളത് ആണ്. അപ്പം അത് ആണ് നമ്മളുടെ മുല്ലോർലി തേവരുടെ വിശേഷങ്ങൾ.
മറ്റന്നാൾ അവിടെ നാമജപമുണ്ട്. അപ്പോൾ ആ മറ്റന്നാൾ നാമജപത്തിന് അവിടെ തിരുവോണോട്ടാണ്. അപ്പോൾ പലരും തിരുവോണോട്ടിന് ഇപ്പോഴും ആ തിരുവോണോട്ടിന് ഓരോരുത്തരും വഴിപാടുകളൊക്കെ അയച്ചു തരാറുണ്ട്. അതൊക്കെ വേണ്ടതുപോലെ ഇവിടെ സമർപ്പിച്ചിട്ട് അവർക്കൊക്കെ രസീത് തിരിച്ചയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ എന്താ ഉത്സവക്കാലമാകുമ്പോഴും സപ്താഹത്തിന് നമ്മളെല്ലാവരും അല്ലേ, നമ്മളുടെ കഴിഞ്ഞ വർഷം നമ്മളുടെ എല്ലാവരുടെയും കൂടിയിട്ട് അവിടുത്തെ കൃഷ്ണാവതാരത്തിൻ്റെ ദിവസത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള സമർപ്പണം പ്രേമപുഷ്പാഞ്ജലി വകയായിരുന്നു. അതൊക്കെ ഭഗവാന്റെ കാരുണ്യമാണ് അങ്ങനെ സമർപ്പിക്കാൻ കഴിയുന്നത്. നമ്മൾ ചെയ്തൊരു വലിയ കാര്യമൊന്നുമല്ല, ചെറിയ കാര്യമാണ്. എന്നാൽ ആ ചെറിയൊരു ഭാഗവാക്കാക്കാൻ പറ്റിയത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഏപ്രിൽ മാസത്തിലാണ് ഇനി വരണത്. ഇത്തവണത്തെ ഏപ്രിൽ വിഷു 1 വൈകുന്നേരമാണ് സപ്താഹത്തിൻ്റെ മാഹാത്മ്യമൊക്കെ തുടങ്ങണത്. ഇത്തവണ ശ്രീകണ്ഠേശ്വരം സോമവാര്യരാണ് സപ്താഹത്തിന് വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടിയും അവിടുന്ന് അമ്പലത്തിൽ നിന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലുമൊക്കെ സപ്താഹത്തിന് വന്ന് കൂടണം, അകലെയുള്ളവരാണ് വന്ന് കുറച്ച് നിന്ന് കേൾക്കണം. ചിലർക്ക് 2 ദിവസം നിൽക്കാൻ പറ്റും, ചിലർക്ക് എല്ലാ ദിവസവും നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ ചിലർക്ക് വന്ന് ഒരു ദിവസം വന്ന് പിറ്റേ ദിവസം, അങ്ങനെയൊക്കെ ആർക്കെങ്കിലുമൊക്കെ ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ വീടുകളിൽ അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാം സപ്താഹം കേൾക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ കൂട്ടി നമ്മളെ അറിയിച്ചാൽ മാത്രമേ നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഏപ്രിൽ, അതായത് മേടമാസം 1 മാഹാത്മ്യത്തോടു കൂടിയിട്ട് ആരംഭിച്ച് 8 അവസാനിപ്പിക്കുന്ന രീതിയിലാണ്. അതെല്ലാവർക്കും അറിയാലോ. അപ്പോൾ സാധിക്കട്ടെ, എല്ലാവർക്കും സാധിക്കട്ടെ. അങ്ങനെ ഇപ്പോൾ അതിൻ്റെ ഒരു അനുഭവം വേറെയാണ്. അതിപ്പോൾ നമ്മൾ വീടുകളിൽ നിന്ന് വന്ന് സപ്താഹം കേൾക്കണേക്കാളും കൂടുതൽ അനുഭവമാണ്. കാരണം രാവിലെ അങ്ങോട്ട് തുടങ്ങുമ്പോൾ തൊട്ട് ഇരുന്നിട്ട് കഴിയുന്നത് വരെ അവിടെ ഇരിക്കുമ്പോൾ വലിയ അനുഭവമാണ്. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ടെങ്കിലും കൂടി ശരി, നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് ഇരിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ വന്ന് താമസിച്ചിട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് വേറെ ഒരു ചിന്തയില്ല. കാരണം രാവിലത്തെയും ഉച്ചക്കലത്തെയും വൈകുന്നേരത്തെയൊക്കെ ഭക്ഷണം ഇവിടെ നിന്ന് തയ്യാറാക്കിയിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. സുഖമായിട്ട് നമ്മൾ ഒരു ദിവസം കിട്ടിയിട്ടുണ്ടോ വെച്ചാൽ ആ ഒരു ദിവസം പരിപൂർണമായിട്ട്, ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് വന്നു എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം പൂർണ്ണമായിട്ട് കേട്ടിട്ട് അടുത്ത ദിവസം പോവുക എന്നുണ്ടെങ്കിൽ വളരെയധികം നന്നായിട്ട് നമുക്കത് ആസ്വദിക്കാൻ, ഒരു ദിവസം പൂർണ്ണമായിട്ട് ആസ്വദിക്കാനൊക്കെ പറ്റും. പൂർണ്ണമായിട്ട് ഇരിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് പൂർണ്ണമായിട്ട് ഇരിക്കാം. അതിനുള്ള ഇതൊക്കെ ചെയ്തു തരാം എന്ന് വീടുകളിൽ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ അറിയിക്കണം. അറിയിച്ചാൽ വേണ്ടതുപോലെ ചെയ്യാം. ഭഗവാന്റെ മുമ്പിൽ എത്തണമെന്ന് ആഗ്രഹിച്ച് ധാരാളം പേര് അവിടെ വന്ന് ആ അനുഗ്രഹം മേടിച്ച് പോയവർ കഴിഞ്ഞ വർഷമൊക്കെ ധാരാളം പേര് വന്നു നമ്മുടെ പ്രേമപുഷ്പാഞ്ജലിയിലുള്ളവർ സപ്താഹത്തിന്. അപ്പം എല്ലാവർക്കും വരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആ തേവരുടെ മുന്നിൽ ഇരുന്ന് നാമം ജപിക്കാനും ഭഗവാന്റെ കഥകൾ കേൾക്കാനും ഈ ഇടവേളകളിലൊക്കെ ഹരേ രാമ നാമ ജപം ഉണ്ടായിരിക്കും. അപ്പോൾ അതും നമുക്ക് ഒരു വലിയ അനുഭവമായിരിക്കും. ഇടയിലൊക്കെ ഹരേ രാമനാമ ജപം ഉണ്ടാവും. അപ്പം അങ്ങനെ എല്ലാ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് അനുഭവിക്കാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞാൻ ഈ വക കാര്യങ്ങളൊന്ന് പറയാം എന്ന് വിചാരിച്ച് 2-3 ദിവസമായി നമ്മൾ നേരിട്ട് സത്സംഗത്തിലിരുന്ന്. അപ്പോൾ ഇന്നത്തെ വിശേഷം മുല്ലവർലി തേവരുടെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇപ്പോൾ ഈ ലൈവ് വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ഇവിടെ കുഞ്ഞിമോള് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് നല്ല പനിയായിരുന്നു, വൈറൽ ഫീവറൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുട്ടിക്ക് നല്ല വാശിയൊക്കെയുള്ള സമയമായതുകൊണ്ട് ഇങ്ങനെ വന്നിരുന്ന് പറയാൻ പറ്റാത്ത കാരണം നമ്മൾ വീട്ടിലിരുന്നിട്ട് ഇപ്പോൾ വേറെ പുറമേ പോയിരുന്നിട്ടാണെങ്കിൽ നമുക്ക് അവിടെ പറയാൻ കുഴപ്പമില്ല. പക്ഷെ വീടിൻ്റെ ഉള്ളിൽ തന്നെയാകുമ്പോൾ കുട്ടി വിട്ടുമാറാണ്ട് നിൽക്കുമ്പോഴേ അത് പറയാൻ സാധിക്കാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ അങ്ങനെ നാമം ജപിക്കുക, നല്ലതിലും വിട്ടിട്ട് വേറെ ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ സത്സംഗം ഇനി ആദ്യം ഭാഗവതം തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. അതിപ്പോൾ എന്തായാലും
22-ാം തീയതി ജനുവരി ഒരു 22-ാം തീയതിക്ക് ശേഷം മാത്രമേ അങ്ങനെ തുടങ്ങുന്നുണ്ടാവുള്ളൂ. ഇടയിൽ വരുമ്പോൾ കഥകളോ നാമോ അത്ര തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. നമുക്ക് എന്തായാലും നാമം ജപിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ കഥകളൊക്കെ കേൾക്കണേ. അപ്പോൾ ധാരാളം നാമം ജപിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് കുറച്ച് നാമം ജപിച്ച് ഇന്നത്തെ സത്സംഗം അവിടെ സമർപ്പിക്കാം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഗുരുവായൂരപ്പൻ്റെ അതേ പവർ തന്നെ ഇവിടെ ഈ തേവരുടെയും അതേപോലെയാണ്, പരിപൂർണ തേജസ്സാണെന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമാണ്. കാരണം നമുക്ക് അവിടെ ചെന്നാൽ അനുഭവമാണ്. അവിടെ വന്ന് സപ്താഹത്തിനൊക്കെ വന്ന് പലരും ആ അനുഭവം നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. അവിടുത്തെ ആ ഭഗവാന്റെ ചൈതന്യം പലർക്കും അത് അനുഭവമായിട്ടുണ്ട് അവിടെ വന്നിട്ട്. ഈ പറഞ്ഞോണം തൊട്ട് കിടക്കണവർക്കൊക്കെയാണ് ചിലപ്പോൾ അത് അനുഭവമാവാണ്ടിരിക്കുക. ശ്രീകൃഷ്ണ ഭഗവാനുള്ള കാലത്ത് ഉണ്ടായിരുന്നവരുടെ എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ അടുത്തുള്ളത് നമുക്ക് അനുഭവം തോന്നണില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അത് വേണ്ടതുപോലെ അത് അനുഭവിക്കാൻ, നമ്മുടെ ഉള്ളിൽ ആ കൃഷ്ണപ്രേമം നിറയാൻ നമുക്ക് ആ പരമപ്രേമത്തോടു കൂടിയിട്ട് നാമമാകുന്ന പുഷ്പാഞ്ജലി ഭഗവാന് സമർപ്പിക്കാം. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. എല്ലാവരും ഒരുമിച്ച് നാമം ജപിച്ചോളൂ കേട്ടോ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ
कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण
കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ നമ ഹരേ ഗുരുവായൂരപ്പാ ശരണം നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ ജയ് ജയ് ശ്രീ രാധേശ്യാം രാധേശ്യാം രാധേശ്യാം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എല്ലാവരുടെ മനസ്സിലും എപ്പോഴും ശാന്തിയും സമാധാനം ഉണ്ടാവട്ടെ. എല്ലാവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നീങ്ങാനായിട്ട് സുഹൃതകർമ്മമായിട്ടുള്ള നാമം ഇപ്പോൾ പറഞ്ഞില്ലേ, അത്രയും സുഹൃതത്തിനെ സമ്പാദിക്കാൻ നാമജപം കൊണ്ടേ സാധിക്കുള്ളൂ. കലികാലത്ത് മറ്റെല്ലാത്തിലും ഏറ്റവും ശ്രേഷ്ഠമായത് നാമജപം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള നാമം എപ്പോഴും ജപിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. പരമമായ പ്രേമം ഉള്ളിൽ നിറയാൻ വേണ്ടിയിട്ട് ആ പ്രേമസ്വരൂപിണിയായ ശ്രീരാധാറാണിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നാമം ജപിക്കാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ ബ്രഹ്മ വിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരഴും ശുഭേ തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതി രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകയറ്റണേ. ഗോലോകനാഥയം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. ബർഹാപീഠം നടവരവപു കർണയോ കർണികാരം ബിഭ്രദ്വാസ കനകകവിശം വൈജയന്തിം ച മാലം
രന്ധ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപതരമണം പ്രാവിശദ്ഗീതകീർത്തിം ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്തഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ തിരേണമേ കൃഷ്ണ മതീയ ജന്മം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നാരായണ 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 നാരായണ